إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ ജീവിത നിർദ്ദേശങ്ങളും കഴിവിൻപടി ശ്രദ്ധിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെ എല്ലാ സമയത്തും ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. തുടർച്ചയായി പറയുന്ന വിഷയത്തിൽ നിന്ന് മാറി സാന്ദർഭികമായ മറ്റു ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് സൂറത്തുൽ ഇസ്രായിലെ 26-27 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന രണ്ട് കലിമകൾ, ഷഹാദത്ത് കലിമകൾ അംഗീകരിച്ച ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിന്റെയും റസൂലിന്റെയും നിയമനിർദ്ദേശങ്ങൾക്ക് വഴങ്ങുകയും ഒതുങ്ങിയും വിധേയനായും ജീവിക്കണം. അതൊരു പക്ഷേ നാട്ടു നടപ്പുകൾക്കെതിരായിരിക്കാം, മാമൂലുകൾക്കെതിരായിരിക്കാം, ആളുകളുടെ ഇഷ്ടത്തിനെതിരായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അയാൾ ദീനിൽ നിന്നൊരിക്കലും തന്നെ വ്യതിചലിക്കാൻ പാടില്ല. കാരണം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ലക്ഷ്യം വെക്കേണ്ടത് പരലോകമാണ്. ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങളോ ഇവിടുത്തെ ആളുകളുടെ തൃപ്തിയോ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള പേരോ പെരുമയോ ഒന്നും ഒരു മുസ്ലിം ലക്ഷ്യം വെക്കാൻ പാടില്ല. മാത്രമല്ല, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലും ഇബാദത്തുകളിലും മാത്രം ഇസ്ലാം, മറ്റ് ജീവിത വ്യവഹാരങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ തന്നിഷ്ടം, മാമൂലുകൾ, ഈ ഒരു സ്വഭാവം ഒരിക്കലും മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. നാട്ടാചാരങ്ങൾക്കും മാമൂലുകൾക്കും ഒന്നും യഥാർത്ഥ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്നാൽ പിന്നെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൂടെ? ചില നാട്ടാചാരങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ, മതത്തിന്റെ കാര്യം നോക്കാതെ, ശരിയാണ്. പക്ഷേ മതതത്വങ്ങളുമായി വിയോജിക്കുന്നിടത്ത്, മതതത്വങ്ങൾക്കെതിരാകുന്നിടത്ത് നമ്മൾ എന്ത് വേണം? നാട്ടാചാരങ്ങളെ നാം ഒഴിവാക്കുകയും ഇസ്ലാമിക നിയമങ്ങളിലേക്ക് തിരിച്ചു വരികയും വേണം. പക്ഷെ ഇന്ന് പൊതുവെ മുസ്ലിം സമുദായത്തിൽ കാണപ്പെടുന്ന ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടാചാരങ്ങൾക്കും മാമൂലുകൾക്കുമാണ് ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങളെക്കാൾ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ നിയമമൊക്കെ അങ്ങനെയാണ്, പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യണം, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു. ഇവിടുത്തെ ഒരു മാമൂലായി നാട്ടില്, അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാണ്ടക്കാൻ പറ്റൂല. അപ്പൊ ഇസ്ലാമിനെതിരല്ലേ? ഇസ്ലാമിന് എന്താ ചെയ്യാ? എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യാറുന്ന മോശക്കാരനാവില്ല ആളുകൾക്കിടയിൽ, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. അപ്പൊ ഇസ്ലാമിക നിയമങ്ങളെക്കാളും പടച്ചവന്റെ റസൂലിന്റെ കൽപ്പനകളെക്കാളും നാട്ടിലെ ആളുകളുടെ തൃപ്തിക്കനുസരിച്ച് ആചാരങ്ങളിൽ വൈകൃതങ്ങൾ സൃഷ്ടിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ച ഇന്ന് മുസ്ലിം സമുദായത്തിൽ വളരെ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിവാഹരംഗം, വിവാഹത്തെ എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതെന്തൊക്കെ ആയിക്കൂടാ, എന്തൊക്കെ ആകാമെന്നതിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിൽ തലമുറകളായി നിലനിന്ന് വരുന്ന ആ ആചാര രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ്, ആർക്കും ഒരു പ്രയാസവും സിദ്ധിക്കുന്നതല്ല.
വരൻ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും വധുവിന്റെ ഉത്തരവാദപ്പെട്ട ആളും 2 സാക്ഷികൾ മുഖേന ഒരു കരാറിൽ ഏർപ്പെടുകയാണ് വിവാഹ കരാർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ, വിവാഹ കരാറായി കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിന് വരൻ ഒരു സദ്യ കൊടുക്കണം. അതിനാണ് വലീമ എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിലെ ആകപ്പാട് അതിനൊരു ഡിമാൻഡ്. പുരുഷൻ സ്ത്രീക്ക് മഹർ കൊടുക്കണം എന്നത് മാത്രമാണ്. അത് നിർബന്ധമായും കൊടുക്കണമെന്നും ഒരു പാരിതോഷികം എന്ന നിലക്ക് തൃപ്തിപ്പെട്ട് കൊടുക്കണമെന്നും ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾക്കനുസരിച്ച് ഒരു കല്യാണം മര്യാദക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ കുറെ കള്ളപ്പണം വേണ്ടി വരും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ മറ്റു നിലക്ക് അനർഹമായ നിലക്ക് സമ്പാദിക്കേണ്ടി വരും. അങ്ങനെ കുറെ പണം ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്ന് നല്ല നിലക്ക് കല്യാണം നടത്താവൂ എന്നതാണ് സ്ഥിതി. സാധാരണക്കാർക്ക് നടത്താൻ പറ്റാത്ത വണ്ണം കല്യാണത്തിന്റെ ആചാരങ്ങളും മാമൂലുകളും ഇന്ന് ദിനം തോറും വർദ്ധിച്ചു വരികയാണ്. എന്നാൽ പണക്കാരങ്ങനെ നടത്തിക്കൊള്ളട്ടെ, ഇസ്ലാം അനുസരിച്ച് നമുക്ക് നടത്താൻ ഇടത്തരക്കാരനും പാവപ്പെട്ടവനും തീരുമാനിക്കുന്നുണ്ടോ? ഇല്ല. അവനും കഴിയില്ലെങ്കിലും അവന്റെ ഒപ്പം എത്താൻ ശ്രമിക്കുകയാണ്. ഇടത്തരക്കാരൻ ഭാരങ്ങളിൽ വേറി അവന്റെ മുതുകൊടിയുകയാണ്. മറ്റേ ആചാര്യർ നടത്തിയത് കണ്ടില്ലേ, ഈ കാക്ക നടത്തിയത് കണ്ടില്ലേ എന്ന് ഓരോന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ തലയുടെ മന്ത്രത്ത് പറയും. അതിനനുസരിച്ച് പെൺവീട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അളിയന് വേണ്ടി, പുയ്യാപ്പിളക്ക് വേണ്ടിയൊക്കെ ആചാരങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് സാമ്പത്തിക ഭാരം പേറി നടുവടിയാറായിട്ടുണ്ട്. കടം പേറിക്കൊണ്ടാണ് ഇന്ന് അധികം ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകള് ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ അജ്ഞതയാണ് ഇതിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് യാതൊരു വിവരമില്ല. വിവരമുണ്ടെങ്കിൽ തന്നെ നടപ്പാക്കാൻ അവർക്ക് താല്പര്യവുമില്ല എന്നതാണ് വസ്തുത. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ എത്തിപ്പെടാനുണ്ടായ കാരണം ഇസ്ലാമിനെ കുറിച്ച് അവർ യഥാർത്ഥത്തിൽ പഠിക്കുന്നില്ല എന്നതാണ്. നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ നടക്കുക എന്നുള്ളതാണ്. ഈ ആചാരങ്ങളൊന്നും ആരും എതിർക്കൂല. പലർക്കും അറിയാം ഇതൊക്കെ തെറ്റാണ്, പാടില്ലാത്തതാണ്, പക്ഷെ മിണ്ടൂല്ല. അതങ്ങനെ നടക്കുന്നതൊക്കെ നടത്തോട്ടെ എന്നുള്ളതാണ്. ഇന്നിപ്പോ ഒരു ചെറുപ്പക്കാർ പലരും കല്യാണം കഴിക്കാൻ പേടിക്കുകയാണ്. കാരണം എന്താ, കല്യാണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ചെലവുകൾ നേരിടണമെങ്കിൽ കുറച്ച് ഹറാമായ പൈസ കയ്യിൽ വരണം. അതിനാണ് സ്ത്രീധനം വാങ്ങുന്നത്. 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വാങ്ങിയാൽ അത് കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയോട് കൂടി അത് തീർന്നിട്ടുണ്ടാവും. കുറച്ചുകൂടി വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഈ ഭാരങ്ങളൊക്കെ വഹിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹറാമായ പൈസ കിട്ടണം എന്ന നിലക്ക് അവരെന്ത് ചെയ്യുന്നു, അവർ സ്ത്രീധനം വാങ്ങുന്നു. ഇതാണ് സ്ത്രീധനം നിന്നു പോകാതിരിക്കാനുള്ള ഒരു കാരണം തന്നെ. അതാണ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കുറെ പൈസ നമ്മൾ അവന് കൊടുക്കുന്നില്ല, അപ്പൊ അവനെന്താ കുറച്ച് ചെലവാക്കിയാല് എന്നാണ് പെൺവീട്ടുകാരുടെയും ധാരണ. നമുക്ക് കുറച്ചൊക്കെ ചെലവാക്കാനില്ല, അതുകൊണ്ട് അവർക്ക് എന്താ കുറച്ച് തന്നാല് എന്നാണ് ചെക്കന്റെ ധാരണ. അങ്ങനെ പരസ്പരം ഒരു ഇസ്ലാമിക വിരുദ്ധമായ ഒരു ലൈനിലൂടെയാണ് നമ്മുടെ വിവാഹങ്ങൾ ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രല്ല, നമ്മുടെ മുസ്ലിം പണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ പണക്കൊഴുപ്പ് കാണിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് അവരുടെ കല്യാണത്തെ മാറ്റുന്നത്. അത് ആളുകൾ പണക്കാർക്കിടയിൽ സംസാരം, എന്താവും എന്റെ കല്യാണല്ലേ, നമ്മളെ തലശ്ശേരിയിലെങ്ങനെ കല്യാണം നടന്നിട്ടുണ്ടാവില്ല, അതെല്ലാരും പറയണം. അങ്ങനെ പണക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ട് ഇപ്പം വലിയ പണക്കാരനാണെന്ന് ആളുകളൊക്കെ പറയണം. അവന്റെ പണത്തിന്റെ കൊഴുപ്പിനെ കുറിച്ച് നാട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടാകണം. അതിനുവേണ്ടി എത്ര ലക്ഷങ്ങളും എത്ര കോടി വേണമെങ്കിലും ചെലവാക്കാൻ പണക്കാർക്ക് ഒരു മടിയില്ല. ഇത് പറയുമ്പോ പണക്കാരെ വിചാരം ഞമ്മക്കൊന്നും പൈസ ഇല്ലാത്തോണ്ടുള്ള അസൂയോണ്ട് പറയാണെന്നാണ്. സുഹൃത്തെ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ളത് പറയാതെ മാത്രം. അത് പണക്കാരന് പറ്റാത്തതുണ്ടാവും, ചിലപ്പോൾ പാവപ്പെട്ടവന് പറ്റാത്തതുണ്ടാവും, ഇടത്തരക്കാരന് പറ്റാത്തൊക്കെ ഉണ്ടാവും. നമുക്ക് പണം കിട്ടിയാൽ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല, ആരും ആഗ്രഹിക്കാനും പാടില്ല. ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിമർശിക്കുന്ന അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇഷ്ടമുള്ളത് പറയാനുള്ളതല്ലോ മിമ്പർ, ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് ഉണ്ടാവും. ദീനിന്റെ കാര്യങ്ങൾ പറയാനുള്ളതാണ്. പറയുന്ന ആളല്ല, അത് പറയുന്ന ആൾക്കനുസരിച്ചല്ല, ഇത് പറയുന്ന വിഷയങ്ങളാണ്, ഇത് ഇസ്ലാമിന്റെ വിഷയങ്ങളാണ്. ഇസ്ലാമിൽ പണക്കാരന് ഒരു നിയമവും ഇടത്തരക്കാരന് വേറെ നിയമവും പാവപ്പെട്ടവർക്ക് വേറെ നിയമവും മൗലവിമാർക്ക് വേറെ നിയമവും അങ്ങനല്ല, എല്ലാവർക്കും ഒരേ ഇസ്ലാമാണുള്ളത്. അപ്പൊ പണക്കാരവരെ പൊങ്ങച്ചം പ്രകടിപ്പിക്കാനുള്ള വേദിയായി ഈ വിവാഹ രംഗത്തെ മാറ്റിയപ്പോൾ അതിനെ പിന്തുടരാൻ വേണ്ടി ഇടത്തരക്കാരും സാധാരണക്കാരും പിന്നാലെ കൂടുകയാണ്. ആ അനുകരണത്തിന്റെ പേരിൽ ഇന്ന് സാമ്പത്തിക ഭാരം കൊണ്ട് തകർന്ന കുടുംബങ്ങളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലേ ഹറാമായ സമ്പാദ്യ മാർഗങ്ങൾ ആളുകൾ പിന്തിരിയാത്തത്. എങ്ങനെയും പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്താഗതി നമ്മൾ ആളുകൾക്കിടയിൽ ഇപ്പൊ വളർന്നു വരികയാണ്. കാരണം എന്താ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ ഇങ്ങനെയൊക്കെ ചെലവാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലൊക്കെ കുറെ ഉണ്ടാക്കിയാലേ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹറാം ഹലാലൊന്നും നോക്കിയപ്പോ നടക്കൂല എന്നിടത്തേക്ക് നമ്മുടെ ആളുകൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ ആളുകളാണ് ഏറ്റവും കൂടുതൽ വിവാഹത്തിന് പണം ദൂർത്തടിക്കുന്ന സമുദായം. ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? ഏത് സമുദായക്കാരെടുത്ത് നോക്കിയാലും വിവാഹത്തിനും വീടുണ്ടാക്കാനും ഇത്ര കൂടുതൽ പണം ദൂർത്തടിക്കുന്ന ഒരു സമുദായം നമ്മളെ പോലെ ഇല്ല. എന്നാൽ ഇസ്ലാമിന് എത്ര സുന്ദരമായ മതമാണ്. ഇസ്ലാം സാമ്പത്തിക അച്ചടക്കം ഇത്രയേറെ പഠിപ്പിക്കുന്ന വേറൊരു മതം തന്നെ ഇസ്ലാമിനെ പോലെ വേറല്ല.
കാരണം പണത്തെക്കുറിച്ച് ഇസ്ലാം ഓരോ മുസ്ലിമും നൽകുന്ന കാഴ്ചപ്പാട് അത് അള്ളാഹുവിന്റെ ഫളലാണ്. അള്ളാഹു അവന്റെ കനിവ് കൊണ്ട്, അവന്റെ കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് ഓരോ മനുഷ്യനും നൽകിയിട്ടതാണ് പണം. തന്റെ സാമർത്ഥ്യം കൊണ്ട് താൻ നേടിയെടുത്തതാണ് എന്നല്ല. ആ മനസ്ഥിതിക്കാരനായ ഒരു പണക്കാരനെ കുറിച്ച് സൂറത്തുൽ ഖസസിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അവന്റെ പേരാണ് ഖാറൂൻ. മൂസാ നബിയുടെ കാലത്തുള്ള വലിയ പണക്കാരൻ. അവന്റെ സമ്പാദ്യത്തെ കുറിച്ചും അവന്റെ ഖജാനകളെ കുറിച്ചും പറയുന്നത്, അവന്റെ ഖജാനകളുടെ താക്കോലുകൾ ചുമക്കാൻ തന്നെ മല്ലന്മാരായ ഒരു കൂട്ടം ആളുകൾ അവർക്ക് തന്നെ ഭാരം തോന്നുമെന്ന് അത്രയും ഖജാനകൾ ഉണ്ടായിരുന്നു അവന്. അതിന്റെ താക്കോലുകൾ ചുമക്കാൻ വരെ. അത്ര വലിയ പണക്കാരനൊന്നും ഇപ്പൊ നമ്മളെ നാട്ടിലില്ലല്ലോ. പക്ഷേ അതിനേക്കാളും വലിയ ഖാറൂനാണ് ചാനെന്നാണ് ഓരോ പണക്കാരുടെയും വെപ്പ്. അതുകൊണ്ട് ആ ഖാറൂനിസം ഇപ്പോ കല്യാണത്തിലൂടെ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഇവിടുത്തെ ഖാറൂൻ എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് സുഹൃത്തുക്കളെ ഓരോ പണക്കാരും ഇന്ന് കല്യാണ രംഗത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവൻ പറയുന്നിടത്തൊക്കെ പറയുന്നത് അൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് ഔദാര്യമായി നൽകിയെന്ന് നിങ്ങൾ ചെലവഴിക്കണം, നിങ്ങളെ സാമർത്ഥ്യം കൊണ്ടുണ്ടായതല്ല എന്ന്. ഇത്തരത്തിൽ പണം വാരിക്കോരി ചെലവെക്കുന്ന ആളുകളെ വരുമാന മാർഗങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഹറാമായ മാർഗങ്ങളിലൂടെ പൈസ ഉണ്ടാക്കണമായിരിക്കും. ഹലാലായ നിലക്ക് വേർപ്പൊഴുക്കി സമ്പാദിച്ചവൻ അങ്ങനെ ദൂർത്തടിക്കൂല. അവനൊരു പേടി ഉണ്ടാവും പടച്ചവനെ. കാരണം സമ്പാദിക്കുന്നിടത്തോളം പേടിച്ചിട്ടുണ്ട്. ഒരുപാട് ഹറാമിന്റെ മാർഗങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഹലാലായ മാർഗം മാത്രം സമ്പാദ്യത്തിന് സ്വീകരിച്ചാൽ അവന് ചെലവഴിക്കുന്നിടത്തും പടച്ചവനെ പേടി ഉണ്ടാവും. ഇത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, ഇതൊരു പരീക്ഷണാർത്ഥം അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്. നാളെ ഇതിനെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയണം. കാലുകൾ മുന്നോട്ട് വെക്കാൻ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് പറയുന്ന പ്രസിദ്ധമായ നബിവചനത്തിൽ അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെടും. എന്താണ് രണ്ട് ചോദ്യങ്ങൾ? എവിടെ നിന്നാണ് ഈ പണം സമ്പാദിച്ചത്? ഏത് കാര്യത്തിലാണ് ഇത് വിനിയോഗിച്ചത്? കൃത്യമായി മറുപടി പറയാതെ ഒരൊറ്റാളെയും അല്ലാഹു പുറത്ത് മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കുകയില്ല. അത് ചെറിയ പണക്കാരനാകട്ടെ, വലിയ പണക്കാരനാകട്ടെ, ഇടത്തരക്കാരനാകട്ടെ, നാം സമ്പാദിക്കുന്ന ഓരോ പൈസയെക്കുറിച്ചും, നാം വിനിയോഗിക്കുന്ന ഓരോ പൈസയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മുമ്പിൽ നാം കണക്ക് പറയേണ്ടി വരും എന്ന ബോധം നമുക്കുണ്ടാകണം. ഖാറൂന്റെ മനസ്ഥിതിയെ കുറിച്ച് അല്ലാഹു പറയുന്നത്, അവൻ പറഞ്ഞു നടന്നത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇത് എന്റെ അറിവ് കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്, എനിക്കതിനെ സംബന്ധിച്ച് തക്കമായ അറിവുണ്ട്, അങ്ങനെ ഞാൻ എന്റെ സാമർത്ഥ്യം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. ഓരോ പണക്കാരനുമായും സ്വകാര്യമായി സംഭാഷണം നടത്തി നോക്കുമ്പോ പല ആളുകളുടെ ഈ ഭാവം അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ഉറക്കൊഴിച്ചു, ഞാൻ 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 ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇതിലൊരു ചെറിയ റോള് മാത്രമേ ഉള്ളൂ, എല്ലാം അള്ളാഹു കൊടുക്കുന്നതാണ്. ഇയാളുടെ ചില പരിശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പരിശ്രമങ്ങളെ വിജയത്തിലെത്തിച്ചത്, ഇയാൾക്ക് പണം കിട്ടിയത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. അത് പരീക്ഷണാർത്ഥം അള്ളാഹു നൽകിയതാണ് എന്ന് മാത്രമല്ല, ഖാറൂൻ ഇങ്ങനെ തന്റെ ജനതയിൽ വല്ലാതെ ആഡംബരം നടിച്ചപ്പോ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നീ വല്ലാതെ പുളകം കൊള്ളണ്ട, വല്ലാതെ ആനന്ദത്തിമിർപ്പിൽ ആറാടണ്ട, നീ അള്ളാഹു അങ്ങനെ ആനന്ദം കൊള്ളുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് അവനെ നാട്ടുകാർ ഉപദേശിച്ചു എന്നാണ്. ഇന്നങ്ങനെ ഉപദേശിക്കുന്ന ആളുകൾ കുറവാണ്. ദാ നമ്മളൊക്കെ കൂടെ പഠിച്ചവനാണ്, ഈ പണക്കാരനായി മാറി, ഞാൻ പണക്കാരനായിട്ടില്ല എന്നുള്ളൂ. ഈ കാണിക്കൂട്ടുന്നുണ്ടല്ലോ, ഇത് തമ്മാടിത്തമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നില്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നില്ല, കുടുംബക്കാര് പറയുന്നില്ല. എന്ന് മാത്രമല്ല, അവന്റെ കൂടെയുള്ളവരൊക്കെ അത് പറയണമെന്നുണ്ടാവും. ചിലർക്കൊക്കെ നമ്മൾ അസൂയ കൊണ്ട് പറയാൻ തോന്നിയാലോ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പല ആളുകളും എനിക്കും പണം ഉണ്ടായത്, എങ്ങനെ ഒരു കല്യാണം എനിക്കും കഴിക്കണം, അതാ ഓരോരുത്തരുടെ ധാരണ. ഒന്ന് ഞെട്ടിക്കണ കല്യാണം, എന്നിട്ട് ഓരോരുത്തർ ലോട്ടറി എടുത്ത് കാത്തുത്തിരിക്ക, രാവിലെ പത്രം അധിഷ്ഠം വാങ്ങി വായിച്ചു നോക്ക, അടിച്ചണോ എന്താ നമുക്ക് 2 കോടി കിട്ടിയാൽ നമുക്കും വേണം ഇങ്ങനത്തെ ഒരു കല്യാണം കഴിക്കാൻ, നമുക്കും വേണം കാറിനൊന്ന് പറക്കാനോ എന്റെ മുമ്പ് കൂടി. ഇതാണ് പല ആളുകളുടെയും ഉദ്ദേശം തന്നെ. അല്ലാതെ എന്ത് അക്രമമാണ് ഈ കാണിക്കുന്നത്, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന തമ്മാടിത്തമല്ലേ ഇത് എന്ന് പറയാൻ നാക്ക് പൊന്തുന്നില്ല. അവിടെ പോയി കൂടിക്കൊടുത്ത് അവിടുന്ന് ഒത്താശയൊക്കെ ചെയ്തിട്ട് മെല്ലെ അങ്ങോട്ട് ഇറങ്ങിപ്പോരുന്ന ആളുകളെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സുഹൃത്തുക്കളെ, അള്ളാഹു ആ പണക്കാരനോട് ആ നാട്ടുകാര് പറഞ്ഞു, നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ സുഖ സൗകര്യങ്ങളിൽ നീ പരലോകത്തെ ആഗ്രഹിക്കണം. ദുനിയാവിൽ നിന്ന് വിഹിതം നീ മറക്കുകയും വേണ്ട. ദുനിയാവിൽ അള്ളാഹു അനുവദിച്ചൊക്കെ നീ ചെയ്തോ, പക്ഷേ പരലോകത്ത് മറന്നു കളയരുത് എന്ന് അവനോട് ആളുകൾ ഉപദേശിക്കുകയാണ്. എന്ന് മാത്രമല്ല, അള്ളാഹു നിനക്ക് നന്മ ചെയ്തു തന്നതുപോലെ മറ്റുള്ളവർക്കും നീ നന്മ ചെയ്തു കൊടുക്കണം. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്, കുഴപ്പക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല.
ഇത് ജനങ്ങൾ അദ്ദേഹത്തെ ഉപദേശിച്ചതായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. നമ്മുടെ നാട്ടിൽ വഴിതെറ്റി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പണക്കാര്, അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, അവരോടൊന്ന് സംസാരിക്കാൻ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സംഭാവന കിട്ടിയില്ലെങ്കിലോ, അങ്ങനെ ആയിരിക്കും പല ആളുകൾ വിചാരിക്കുക. പോലെ സംഭാവന കിട്ടിയില്ലെങ്കിൽ അള്ളാന്റെ പള്ളിയും അള്ളാന്റെ മദ്രസൊക്കെ നടന്നു. ഒരു പേടി നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. അങ്ങനത്തെ സംഭാവന കിട്ടിയിട്ടല്ല ഇതൊന്നും നിലനിന്നത്, മനസ്സിലായില്ലേ? അങ്ങനത്തെ പണക്കാരോട് തുറന്നു പറയാൻ അവരുമായി ബന്ധമുള്ളവർ തയ്യാറാകേണ്ടതുണ്ട്. അത് തയ്യാറായില്ലെങ്കിൽ നാട്ടിൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാകും, യാതൊരു സംശയവുമില്ല. ആ കുഴപ്പം ഒരാളിലോ രണ്ടാളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള കാറൂന്മാര് സമുദായത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ അവരെ ചൊങ്ങച്ചം കാണുമ്പോ എനിക്കും അങ്ങനെ ആകാൻ കഴിയില്ലെന്ന് വിലപിക്കുന്ന പൊട്ടന്മാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനത്തെ ചില പൊട്ടന്മാരുണ്ട്, എനിക്കങ്ങനെ ആകാൻ കഴിഞ്ഞില്ലോ, എനിക്കെങ്ങാനും പണം കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു കല്യാണം എന്ന് പറയുന്ന ആളുകൾ. അതെന്നെ കാറൂൻ പുറത്തു വന്നപ്പോ, കാറൂൻ അവന്റെ സർവാഭരണ വിഭൂഷിതനായി എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, അവന്റെ എല്ലാ അലങ്കാരങ്ങളും ആദ്യത്വവും കാണിച്ചുകൊണ്ട് ആഡംബര പ്രവത്തതയോടെ അവനിങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടന്നപ്പോൾ ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാല അല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ഭൗതിക ലോകത്തെ ആഗ്രഹിക്കുന്നവർ പറഞ്ഞുപോയി, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹള്ളിൻ നളീം. ഖാറൂന് കിട്ടിയതുപോലെ അമ്മക്കും കിട്ടിയിരുന്നെങ്കിൽ അയാൾ വല്ല ഭാഗ്യവാൻ തന്നെ കേട്ടോ. എങ്ങനെ നടന്നിരുന്ന ആളാണ്, എത്ര കോടികൾ ഉണ്ടാക്കി, വല്ലാത്തൊരു ഭാഗ്യം തന്നെ കേട്ടോ. അപ്പൊ പണം കിട്ടിയാൽ ഓൻ അള്ളാഹു കടാക്ഷിച്ചു, ബഹുമാനിച്ചു, ഓൻ ഭാഗ്യവാനാണെന്നാണ് ആളുകളുടെ ധാരണ. യഥാർത്ഥത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും നിശ്ചയിക്കുന്നത് പണമാണോ? ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് പണം കൊടുക്കുന്നു, ചിലർക്ക് പണം കൊടുക്കാതെ പരീക്ഷിക്കുന്നു. ഈ പരീക്ഷണത്തിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കണം. പക്ഷേ ഇത് കേട്ടപ്പോൾ അവിടെ വിവരമുള്ള ആളുകൾ പറഞ്ഞു, വഖാലല്ലദീന ഊതുൽ ഇൽമ, വിവരമുള്ളവർ പറഞ്ഞു, വൈലക്കും, ഈ പറഞ്ഞവരോട് പറയാണ്, ഭൗതിക ലോകത്തെ ലക്ഷ്യം വെക്കുന്ന ഇവരോട് പറയാണ്, നിങ്ങൾക്ക് നാശമാണ് മനുഷ്യന്മാരെ. സബാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ഇതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമാണ്. പക്ഷേ വലാ യുലഖാഹാ ഇല്ല സാബിറൂൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇതൊന്നും കണ്ടിട്ട് നെട്ടാൻ പാടില്ല. നമ്മളെ ലക്ഷ്യത്തിൽ പിന്തിരിയാൻ പാടില്ല. ക്ഷമയോടുകൂടി ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. അതിനായിരിക്കണം നാം ലക്ഷ്യം വെക്കേണ്ടത്. ഭൗതിക ലോകത്തെ ആയിരിക്കും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഭൗതിക ലോകത്തെ ലക്ഷ്യം വെക്കുന്നത് തിരിഞ്ഞു കളയുവാനാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, എന്താണ് ഖാറൂന് സംഭവിച്ചത് അത് ഇവിടുത്തെ പണക്കാരെന്ന് മനസ്സിലാക്കണം. പണം കൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, ഇസ്ലാമിനെ ചവിട്ടിത്തേക്കുന്ന പണക്കാർ ചിന്തിക്കണം, എന്താണ് ഖാറൂന് സംഭവിച്ചത്? അവന് പരലോകത്തെ ശിക്ഷയ്ക്ക് പുറമെ ഭൗതിക ലോകത്തും അള്ളാഹു ശിക്ഷിക്കുകയാണ്. അവനെയും അവന്റെ മണിമാളികയെയും അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. സംഭവിച്ചുവിടാനുണ്ടോ? എന്താ സുനാമിയൊക്കെ വരുന്നതിന് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സുനാമികൾ വരും. കാരണം എന്താ? അത്ര ധിക്കാരമാണ് മനുഷ്യന്മാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ സുനാമി വന്ന് നക്കി തുടച്ചു പോയാൽ ഇവനൊക്കെ നേരം വെളുത്താൽ പാപ്പറായിരിക്കും. മനസ്സിലായില്ലേ? എടുത്ത് ചെലവാക്കിയാൽ തീരാത്ത പണം ഒന്നും ആർക്കും അള്ളാഹു കൊടുത്തിട്ടൊന്നുമില്ല. അവനെ ഭൂമിയുടെ വിഴുങ്ങി എന്നാ പറഞ്ഞത്. ഭൂമി ഇങ്ങ് പൊട്ടിപ്പിളർന്ന് വായു വളർന്നു വന്നിട്ട് അവനും അവന്റെ മണിമാളികകളും അതിലേക്ക് അങ്ങ് താഴ്ന്നു പോയി, ഭൂമി അങ്ങ് അടഞ്ഞുപോയി. കണ്ടോ? അങ്ങനത്തെ പ്രതിഭാസം സംഭവിച്ചുകൂടാനുണ്ടോ? എന്തെല്ലാം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏതോ കടലിന്റെ ഉള്ളിൽ എവിടെ ഭൂകമ്പം നടന്നതിന്റെ പേരിലാണ് ഈ സുനാമി ഉണ്ടായതെന്നാ പറയണത്. എവിടെ ഉണ്ടായിക്കൂടത്? സുനാമിയൊക്കെ വന്ന തലശ്ശേരിന്റെ ഒക്കെ കഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. പരിസരം മുഴുവൻ ഉണ്ടാവുമോ? 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് കയറിയാല്? ഇതൊന്നും ചിന്തിക്കുന്നില്ല ആളുകളെ. പടച്ചവനെ വെല്ലുവിളിക്കുകയാണ്, ഞാൻ വലിയ പണക്കാരനാണ്, എന്റെ പണം കാണട്ടെ ആളുകൾ സംസാരിക്കട്ടെ എന്റെ പണത്തെ കുറിച്ച് എന്ന ചിന്തയാണ്. അങ്ങനെ അവനെ ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞപ്പോൾ അവന് സംഭവിക്കാൻ ഒരു സംഘവും ഉണ്ടായില്ല, ബിന്ദുവില്ല, അള്ളാനെ കൂടാതെ. അവന് ശിങ്കടി പാടി അവന്റെ ഓശാരം വാങ്ങി നടന്നാരും അവനെ സഹായിക്കാനുണ്ടായില്ല. എന്ന് മാത്രമല്ല, അവന് സ്വയം സഹായം സ്വീകരിക്കാനും സാധിച്ചില്ല. അവന് സ്വയം സഹായത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവലംബിക്കാനും അവന് സാധിച്ചില്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇന്നലെ ഞങ്ങളും അവനെ പോലായിരുന്നെങ്കിൽ എന്ന് കൊതിച്ച കൗമുണ്ടല്ലോ, വിവരം കെട്ട കൗമ്, ആ കൗമ് പിറ്റേന്ന് പറയുകയാണ്,
അള്ളാഹു അവന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു എന്ന് മാത്രമല്ല, അവർ വീണ്ടും പറയാണ് വയഖ്ദിർ, ചില ആളുകൾക്ക് അള്ളാഹു കുറച്ചു കൊടുക്കുന്നതും അള്ളാഹുവിന് ഉദ്ദേശിക്കുക കൊടുക്കുകയാണെന്ന് തോന്നുന്നു. ലൗലാ അൻ മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ നമ്മളെ ഈ ഭൂമിയിൽ ആഴ്ത്തിക്കളയുമായിരുന്നു. സത്യനിഷേധികളും നന്ദി കെട്ടവരും വിജയിക്കുകയില്ലെന്ന് തോന്നുന്നു എന്നവർക്ക് ബോധം വരികയാണ്. കണ്ടോ, ഇന്നലെ ആ പണക്കാരനെ പോലെ എനിക്കും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞവർ പിറ്റേന്ന് അവന്റെ മണിമാളിയെയും അവനെയും ഭൂമിയെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ അവർക്ക് ബോധം വന്നു. അങ്ങനെ ഈ സുനാമി വന്നിട്ട് നമുക്ക് ബോധം വന്നു. എത്രയെത്ര പണക്കാരാ തുടച്ചു നീക്കപ്പെട്ടത്, എത്രയെത്ര പാവപ്പെട്ടവരാ നഷ്ടപ്പെട്ടു പോയത്, മനുഷ്യൻ എത്രയെത്ര സമ്പാദ്യങ്ങളാ നഷ്ടപ്പെട്ടു പോയത്. ഇതിനെ കുറിച്ചുള്ള പേടി നമുക്കുണ്ടോ? ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പരലോകമാണ് വലുതെന്ന ചിന്ത അവനുണ്ടോ? ഈ പണമെല്ലാം എനിക്ക് അള്ളാഹു പരീക്ഷണത്തിൽ നൽകിയതാണെന്ന് ചിന്ത അവനുണ്ടോ? എങ്കിൽ അവൻ ചിന്തിക്കേണ്ട കാര്യമാണിത്. എന്നിട്ട് അള്ളാഹു പറയാണ്, തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോക ഭവനം, നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. ഈ ഭൂമിയിൽ ഔന്നത്യം ആഗ്രഹിക്കാത്തവർക്ക്, ഈ ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാത്തവർക്കാണ് അല്ലാഹു ആ പരലോക ഭവനം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഞെളിയണം, ഇവിടെ എല്ലാവരെക്കാളും വലിയ പണക്കാരൻ, എല്ലാവരെക്കാളും വലിയ പൊങ്ങച്ചക്കാരൻ, എല്ലാവരെക്കാളും വലിയ പ്രകടനക്കാരൻ ഞാനാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പരലോകം ഉണ്ടായിരിക്കൂല. അവർക്ക് പരലോകം ഉണ്ടാവില്ല. ഇത്തരം കുഴപ്പങ്ങളും വിത്തനകളും ഉണ്ടാക്കുന്നവർക്ക് അല്ലാഹു പരലോകത്ത് ഒരു സൗകര്യവും കൊടുക്കുകയില്ല. മാത്രമല്ല, നല്ല പര്യവസാനം തഖ്വയോടെ ജീവിക്കുന്നവർക്കാകുന്നു. ആരാണ് തഖ്വയോടെ ജീവിക്കുന്നവർ? അവൻ ഈ ഭൗതിക ലോകത്തെ സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. സുഹൃത്തുക്കളെ, നമുക്ക് പണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൗതിക സുഖ സൗകര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ പേരിൽ പരാതി പറയരുത്. കാരണം നമുക്ക് ലക്ഷ്യം പരലോകമാണ്. ഇന്ന് തന്നെ മരിച്ചാൽ നമുക്ക് കിട്ടേണ്ട പരലോകമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഈ ഭൗതിക ലോകമായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഇതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖാറൂന്റെ ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം അതാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവന മാർഗം വിശാലമാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവന മാർഗം ചുരുക്കി കൊടുക്കുന്നു. അതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇതെല്ലാം പടച്ചവന്റെ ഔദാര്യമാണ് എന്ന വിചാരം ഒരു സത്യവിശ്വാസിക്കുണ്ടാകണം. കല്യാണങ്ങളും മാമാങ്കങ്ങളാക്കി മാറ്റുന്നവരൊക്കെ ഇസ്ലാമിന്റെ സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? കുലു വശറബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, പക്ഷെ അമിതമാകരുത്. പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ, അവർ ചെലവഴിക്കുമ്പോൾ പിശുക്ക് കാണിക്കുകയില്ല, അതുപോലെ തന്നെ അമിതമാക്കുകയുമില്ല. ആവശ്യത്തിനുള്ളതേ ചെലവാക്കൂ. ഒരു കല്യാണത്തെ സംബന്ധിച്ച് പറയുമ്പോ ആ കല്യാണത്തിന് വരൻ അയാൾ എന്ത് ചെയ്യണം? ഭാര്യയുമായി വിവാഹ കരാർ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു വലിയവത്ത് കൊടുക്കണം. വിവാഹ സദ്യ അയാളുടെ കഴിവിൽപ്പെട്ടതാ കൊടുക്കേണ്ടത്. അല്ലാതെ കടം വാങ്ങി ലോൺ എടുത്തൊന്നും ഇവിടെ നെയ്ച്ചോറും ബിരിയാണിയും കൊടുക്കേണ്ട ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. അയാളുടെ കഴിവിൽപ്പെട്ടത് എന്താണ്? അത് സ്ത്രീധനം വാങ്ങുന്നതിനും വേണ്ടി പല ആളുകളും അതാ ചെയ്യുന്നത്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് നല്ലവണ്ണം കണക്ക് പറഞ്ഞ് പണം വാങ്ങിയിട്ടാണ് തന്റെ വീട്ടിൽ നല്ല ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ആ ഭക്ഷണം, ഈ ഭക്ഷണത്തിനൊക്കെ സുഹൃത്തുക്കളെ, ഇന്നിപ്പോ ആരും ഭക്ഷണം കൊതിച്ചു വരുന്ന പാവപ്പെട്ടവരൊക്കെ കുറവാണ്. കാരണം ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടിയപ്പോ ഓട്ടോറിക്ഷ കയ്യിലേക്കാൾ പൈസ ചെലവായിട്ടുണ്ടാവും. നമുക്ക് അന്ന് ജോലിക്ക് പോയാൽ അതിനേക്കാൾ പൈസ നമുക്ക് കിട്ടും. ഇതൊക്കെ ഒഴിവാക്കി വരുന്നവരാ പല ആളുകളും യഥാർത്ഥത്തില് പ്രയാസപ്പെട്ടും ചെന്നില്ലെങ്കിൽ തെറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചാ പലരും കല്യാണത്തിന് വരുന്നത്. പക്ഷേ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്ര പൈസയാണ് ആളുകൾ ഇന്ന് ധൂർത്തടിക്കുന്നത്. എത്ര ലക്ഷം ചെലവായി ചോറിനും സൗകര്യങ്ങൾക്കും ആയി. അത് 10 ലക്ഷത്തിന് കരാർ കൊടുത്താലേ. എന്നിട്ടോ തട്ടുകട മുതൽ 5 സ്റ്റാർ വരെ എല്ലാ ഭക്ഷണവും അവിടെ കിട്ടണം എന്നാ. പുട്ടും കടലയും വേണ്ടവനത്, കോഴിക്കാല് വേണ്ടവനത്, കഞ്ഞി മുളയും വേണ്ടവനത്, നെയ്ച്ചോറ് വേണ്ടവനത്. ഇവിടെ ആട് സെക്ഷൻ, ഇവിടെ കോഴി സെക്ഷൻ, മറ്റടുത്ത് പോത്ത് സെക്ഷൻ, ഒട്ടക സെക്ഷനും ഒക്കെ ഉണ്ടാക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കാലോ. ദൂർത്തടിക്കല്ലേ. എന്താ എത്ര ആള് കല്യാണത്തിന് വരുന്നു? കല്യാണത്തിന് ക്ഷണിച്ചോനറിയാം അല്ലേ? ഏതാണ്ട് ഒരു കണക്ക്. അതിനേക്കാൾ ഒരു 100 ആൾക്ക് അധികം ആയിക്കോട്ടെ. ബാക്കി ഇതൊക്കെ ആരോ തിന്നോ? ആരൊക്കെയാ കോഴി തിന്നുക, ആരൊക്കെയാ ആട് തിന്നുക, ആരൊക്കെയാ കോഴിക്കാല് തിന്നാന്ന് പിന്നെ മനസ്സിലാവുമോ? എല്ലാം കൂടി കാണുമ്പോ അവിടുന്ന് കുറച്ച് വാങ്ങുന്നത് ബാക്കി വേസ്റ്റ് ആക്കും, ഇവിടുന്ന് കുറച്ചെടുക്കും, അതും വേസ്റ്റ് ആക്കും. അങ്ങനെ അവിടെ ഇവിടെ കൊണ്ടുപോയി ചാടുകയാണ് അല്ലേ? അവസാനം ഇതൊക്കെ കുപ്പത്തൊട്ടിയിലേക്ക് തട്ടുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ. ഭക്ഷണം കിട്ടാതെ പൊരിഞ്ഞു മരിക്കുന്ന ആളുകളെ കുറിച്ച് പത്രങ്ങളിൽ നാം വായിക്കുന്നു. ഒന്നും വേണ്ടവരൊന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി നോക്കിയാൽ മതി. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി നോക്കിയാൽ മതി. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ എത്രയാണ് അവിടെ? അവർക്ക് ഓപ്പറേഷന് പൈസ ഇല്ല. അവിടെ കൂടെ നിൽക്കുന്നവന് ഭക്ഷണം വാങ്ങാൻ കഴിവില്ലാഞ്ഞിട്ട് അവിടെ പുറത്ത് സൗജന്യ കഞ്ഞി വിതരണത്തിന് പോയി കഞ്ഞി വാങ്ങി കുടിക്കുകയാണ് അവര്.
അറിയങ്ങൾ എത്ര സന്നദ്ധ സംഘടനകൾ അവിടെ സേവനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ആയിപ്പോകാൻ വല്ല പ്രയാസമുണ്ടോ? ചിന്തിക്കണം. പണക്കാര് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണം. എത്ര ഭക്ഷണ വേസ്റ്റ് ആക്കുന്നത്, എത്ര പണമാണ് വാരിക്കോരി ചെലവാക്കുന്നത്. കല്യാണത്തിന്റെ കത്ത് കാണുമ്പോ തന്നെ കല്യാണത്തിന്റെ വലുപ്പം കിട്ടണമെന്നാണ് പണക്കാർ തീരുമാനിച്ചത്. എത്ര റുപ്യന്റെ കത്തടിക്കണം? ഉറുപ്പ്യ 50 പൈസന്റെ കത്ത് അടിക്കാം, അല്ലേ? 2 റുപ്യന്റെ കത്ത് അടിക്കാം, 5 റുപ്യന്റെ കത്ത് അടിക്കാം. അതൊന്നും പോരെ നമുക്ക് 500 റുപ്യന്റെ കത്തോ 250 റുപ്യന്റെ കത്തോ ആയിരിക്കണം. ചില ആള് ഫിലിം റോളിലാണ് അടിക്കുന്നത്, ചില ആള് റബ്ബർ ഷീറ്റിലാണ് കത്തടിക്കുന്നത്, വേറെ ചില ആള് പ്ലൈവുഡിലാണ്. ഇനിയിപ്പോ വെള്ളിപ്പലയും സ്വർണ്ണപ്പലയിലൊക്കെ ആവും. കല്യാണത്തിൽ ചെല്ലുന്നവർക്ക് അരപ്പവൻ സ്വർണത്തിന്റെ തകിടിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് കൊടുന്നു തരിക. അത് നമുക്ക് അരപ്പവനുമല്ലോ. അങ്ങോട്ടേക്കപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും പുതുമകൾ ഉണ്ടാക്കിയിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റണം. അതാ അയാളെ കല്യാണക്കത്തുണ്ടല്ലോ, മേശം അങ്ങോട്ട് വെച്ചാണ്ടല്ലോ, എന്താ കല്യാണക്കത്ത് സ്വർണ്ണലിപി കൊണ്ട് എഴുതണമെന്നാ ഓരോരുത്തരുടെ ഉദ്ദേശം. ഇവരടുത്തൊക്കെ എന്തെങ്കിലും സംഭാവന വാങ്ങാൻ പോയി വെക്കണം. പല ബലങ്കാണെങ്കിൽ ഓന്റെ പ്രാരാബ്ദം കേട്ടാ പിരിച്ച വല്ല അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. നമ്മളെ വീട്ടിൽ വല്ലതും ഉണ്ടാക്കാൻ ചെന്ന മാതിരിയാ ഓരോരോ പൈസക്കാരത്തിൽ പോയാ. പള്ളിന്റെയും മദ്രസിന്റെയും ഒക്കെ കാര്യത്തിന് ഞമ്മക്കാരോട് യാചിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഞമ്മക്കാരോടും ഈ പള്ളിക്കും മദ്രസക്കും വേണ്ടി യാചിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അള്ളാന്റെ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ മുമ്പിൽ വരുന്നത്. ചില ആള് പറയും 500 റുപ്യ എന്നിട്ട് കൂടുതൽ തരാൻ വേണ്ടി നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ അള്ളഹാനോട് ദ്വേർക്കും. ഓൻ ഉണ്ടാകാൻ വേണ്ടി ദ്വേർക്കണം, ഇവിടെ തന്നാ പോരെ. ഓൻ ഉണ്ടാകാൻ ദ്വേർത്തിട്ട് പിന്നെ നമ്മൾ കയ്യാട്ടാൻ പോണം. അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഞമ്മക്കടെ തന്നാ പോരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കഷ്ടാണിത്. ഞമ്മക്കാർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഇതിന് വരുന്നത്. ഒരു പള്ളി, അള്ളാന്റെ പള്ളി ഇങ്ങനെ കിടക്കല്ലതാ, കണ്ടില്ലേ? കമ്പി ഇതൊക്കെ ഇങ്ങനെ പുറത്തായിട്ട് കിടക്കണേ. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഓന്റെ വീടാണെങ്കിൽ അവൻ ശരിയാക്കൂലേ? നമ്മൾ യാചിച്ച് ചെല്ലുന്നില്ല, അതാ തരാത്തത്. ഞാൻ ഈ മിമ്പറിൽ വെച്ച് പലവട്ടം പറഞ്ഞു. പല ആളും തന്നോ? എനിക്ക് വേണ്ടിയാ പറയണേ? ആണോ? അല്ല, അള്ളാഹുവിന്റെ പള്ളി ഇങ്ങനെ കിടക്കുന്നു. നമ്മളൊക്കെ വീട് നല്ല സുഖസുന്ദരമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി പടച്ചവന്റെ ചിഹ്നമാണ് പള്ളി. അതിനാദരിക്കൽ മുസൽമാന്റെ കടമയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവരൊക്കെ പലപ്പോഴും നമ്മളടുത്തൊക്കെ അവരുടെ സ്വഭാവം യഥാർത്ഥത്തിൽ കാണിക്കാറുണ്ട്. പല ആളുകളടുത്തും നമ്മൾ പോകുമ്പോ പിന്നെങ്ങനെ അവരെയൊക്കെ ബഹുമാനിച്ച് അധ്യക്ഷനാക്കി എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് ആ പണിയില്ല. മനസ്സിലായില്ലേ? ഇവിടെ പല ആളും പറയുന്നത് അങ്ങനെയൊക്കെ കുറച്ച് തുടങ്ങിയാൽ എന്താ, കുറച്ച് ആളെയും കൂടിക്കിട്ട്. അങ്ങനത്തെ ആളെ നമുക്ക് വേണ്ട. ഓനെ കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയൂല അങ്ങനത്തെ ആളെ. മനസ്സിലായില്ലേ? അള്ളാന്റെ ദീനിന് വേണ്ടി അയാളും പ്രവർത്തിക്കുന്നു, നമ്മളും പ്രവർത്തിക്കുന്നു. അയാൾക്ക് അള്ളാഹു പണം കൊടുത്താൽ പണം കൊണ്ട് പ്രവർത്തിക്കുന്നു, പണമില്ലാത്തവൻ അവന്റെ തടി കൊണ്ട് പ്രവർത്തിക്കുന്നു, സമയം കൊണ്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് ഇസ്ലാമിക സമുദായത്തിന്റെ സ്വഭാവം. മനസ്സിലായില്ലേ? അല്ല എല്ലായിടത്തും അതിങ്ങനത്തെ കൊല ചില ആൾ കൊണ്ടിടക്കുന്നുണ്ടല്ലോ. വന്നാപ്പോ കൊണ്ടോ ഇങ്ങനെ അധ്യക്ഷനാക്കി ബഹുമാനിച്ച് ഓനെ ഇരുത്തി കുറെ പ്രശംസിച്ച് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന പല സംഘടനകളും പെടണ്ടേ. ഞങ്ങളതിന് കിട്ടൂല, ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം അത് ഇസ്ലാമിക രീതിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും ഇല്ലാത്തതൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് ആരെങ്കിലും പ്രത്യേകം വിമർശിക്കാനല്ല. നമ്മളെ മൊത്തത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പണക്കാരിൽ വളർന്നു വരുന്ന ഈ ജീർണതയെ സംബന്ധിച്ച് പറയാതിരുന്നു കൂടാ. ഇത് നിങ്ങളൊക്കെ പറയണമെന്നാ. നിങ്ങളൊക്കെ സുഹൃത്തുക്കളിലും ബന്ധപ്പെട്ടവരിലൊക്കെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും. ഒന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഞാൻ പറഞ്ഞ ഓന്റെ കിട്ടുന്ന എന്തെങ്കിലും ആനുകൂല്യം കുറഞ്ഞു പോകുമല്ലോ എന്ന നിലക്ക് പല ആളുകളും മിണ്ടാതിരിക്കുകയാണ്. ശരിയല്ലാതെ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ചവിട്ടി മതിക്കപ്പെടുമ്പോൾ നമ്മളത് പറയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഉണ്ടാകാൻ പോകുന്ന ആപത്തുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഓരോ കാര്യത്തിലും ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ഏറ്റവും ചെലവ് കൂടിയ കല്യാണം എങ്ങനെ നടത്തുക എന്നല്ല ആലോചിക്കേണ്ടത്, എങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത്. ഏത് സംഗതിയിലും നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഒരു വീടുണ്ടാക്കുകയാണെങ്കിലും ഏത് കാര്യത്തിലും ചെലവ് ചുരുങ്ങിയ രൂപത്തിൽ, എന്നാൽ അത്യാവശ്യ സൗകര്യങ്ങൾ വേണം, വൃത്തി വേണം, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ആ വൃത്തിക്കും അല്പമൊക്കെ കാണാൻ ഭംഗി വേണം, അതൊക്കെ ആയിക്കോട്ടെ. എന്നാലും ഒരു ചെലവ് ചുരുക്കുന്നതിനെ സംബന്ധിച്ചാണ് ചിന്തിക്കണം. കടം വരുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കണം. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ കുട്ടികൾ വഴിയാധാരമാകാത്ത തരത്തിൽ വിൽക്കാൻ പറ്റിയ സ്വത്ത് എനിക്ക് വേണം. ആ സ്വത്ത് വിറ്റാൽ വീടുന്ന കടമ എനിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? പറഞ്ഞു മനസ്സിലായോ? എനിക്ക് സ്വത്ത്, ഞാൻ കടം വാങ്ങുന്നു. എന്റെ കടത്തിന്റെ പരിധി എന്താ? ഞാൻ ഇന്നങ്ങോട്ട് മരിച്ചാലും എന്റെ കുട്ടികൾ വഴിയാധാരമാകാത്ത രൂപത്തിൽ വിൽക്കാൻ പറ്റിയ സ്വത്ത് എനിക്ക് വേണം. ആ സ്വത്തിനുള്ള കട ഞാൻ വാങ്ങാവൂ. ഇതങ്ങനെയാണോ? ഓനും ഓന്റെ പാപ്പയും 2 തലമുറ വീട്ടിയാലും വീടാത്ത കട ഓരോരുത്തർ വാങ്ങി വെക്കണത് അല്ലേ? എന്തിനു വേണ്ടി? പുരണ്ടാക്കാൻ, സൽക്കാരങ്ങൾ ഉണ്ടാക്കാൻ, സദ്യകൾ ഉണ്ടാക്കാൻ, അല്ലേ? പന്തലിനും ചമയങ്ങൾക്കും ഒക്കെ വേണ്ടി ചെലവഴിക്കുന്നത് ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയാണ്. ആ തൂക്കിട്ട ഫ്ലവറിന് എന്താ വില എന്നറിയോ? 1,500 റുപ്യാണ്. അങ്ങനത്തെ എത്ര ഫ്ലവറിന് വില എന്നറിയോ?
പന്തൽ കാണിച്ചു കൊടുക്കാണ് മുതലാളി. എന്താ പറഞ്ഞേ? അങ്ങനത്തെ ഒരു 100 പൂവ് അല്ല മൂലക്കലും അന്ന് വലിച്ച് പുരാപ്പണ്ടപ്പം വരുന്ന തമ്മാടികൾ വന്നിട്ട് വലിച്ചു പൊളിച്ച് അതാണ് പോവുകയും ചെയ്യും. അതിനുവേണ്ടിയാണ്. കണ്ടോ എത്ര പണമാണ് വാരി വിതറുന്നത്? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഇസ്ലാമിക സമുദായത്തിൽ എങ്ങനെയുണ്ടോ സുഹൃത്തുക്കളെ? ഒരൊറ്റ ദിവസം എടുക്കാനുള്ള കല്യാണ സാരിക്ക് 20,000 25,000 ചെലവാക്കണേ. എന്നിട്ട് പിന്നെ അതിങ്ങനെ മടക്കി ഇങ്ങനെ വെക്കന്റെ കല്യാണ സാരിയാന്ന് പറഞ്ഞിട്ട് അല്ലേ? ഇതൊക്കെ ഇസ്ലാമികമാണോ? ഇതൊക്കെ ആരുണ്ടാക്കിയതാ? കച്ചവടക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, കാരണം ഓലെ കച്ചവടം നടക്കൂലല്ലോ. ഇതില്ലെങ്കിൽ സ്വർണ്ണപ്പീടിയക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അവരെ കച്ചവടം നടക്കൂലല്ലോ. എല്ലാരെയും കൂടി ഇഷ്ടപ്പെട്ട് ഹുത്ത് പറയാൻ പറ്റും? 300 ആൾക്ക് 300 ഹുത്ത് പറയേണ്ടി വരും. അത് നടക്കൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലുള്ളതാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഒരുപാട് ആളുകളുണ്ട് ദീനിനെ സ്നേഹിക്കുന്ന പൈസക്കാരെ, നമുക്കറിയാം. കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, സദഖ ചെയ്യുന്ന, വലതുകൈ ചെലവഴിക്കുന്ന, ഇടതുകൈ അറിയരുതെന്ന് വിചാരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അവരുദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ഇതിലൊന്നും പെടാത്ത കുറെ ആളുകളുണ്ട്. അവർക്ക് ഇസ്ലാമിന്റെ പേര് മാത്രം മതി, മുസ്ലിം എന്ന ലേബിൾ മാത്രം മതി, സമുദായത്തിന്റെ അഡ്രസ് മാത്രം മതി. അവർക്ക് എല്ലാ വൃത്തികളും ഇസ്ലാമിന്റെ ഇതിൽ ചെയ്യാം. ആരും അവരെ വിമർശിക്കാൻ പാടില്ല എന്നാണ്. അതൊരിക്കലും ഇസ്ലാമിക സമുദായത്തിൽ നിലനിൽക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതല്ലാത്ത പക്ഷം നമ്മുടെ സമുദായത്തിൽ അള്ളാഹുവിന്റെ വലിയ ഒരു ശിക്ഷയെ നമ്മൾ കാത്തിരിക്കണം. ഖാറൂനുണ്ടായ ശിക്ഷ പോലത്തെ ശിക്ഷ, ഇതുപോലത്തെ സുനാമികൾ ഇനിയും നമുക്കുണ്ടാകും. നാടൊന്നാകെ വിഴുകിക്കളയുന്ന സുനാമികൾ ഉണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെ ഇങ്ങനെ ചവിട്ടിത്തേക്കുമ്പോൾ അവൻ ചില നടപടികളൊക്കെ എടുത്തു എന്ന് വരാം. അത് നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. നമ്മളൊക്കെ ഇന്നത്തെ പണക്കാരൻ നാളത്തെ യാചകനായി മാറാൻ ഒരൊറ്റ നിമിഷം മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ. ആ ചിന്ത നമുക്കൊക്കെ ഉണ്ടാകണം. പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല. എങ്ങനെയും പണം ഉണ്ടാക്കുക, എങ്ങനെയും അത് ചെലവഴിക്കുക, എന്റെ പണം ഞാൻ ഉദ്ദേശിച്ച മാതിരി ഞാൻ ചെലവഴിക്കും, ചോദിക്കാൻ അവൻ ആരാണ് എന്ന ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഇന്ന് പല പണക്കാർക്കും ഉള്ളത്. അല്ല സഹോദര, നിന്റെ പണമല്ല, അള്ളാഹു നിനക്ക് തന്ന പണം. നിന്റെ ഇഷ്ടം പോലെ ചെലവഴിക്കാൻ നീ സ്വതന്ത്രനല്ല. നീ ഷഹാദത്ത് കലിമ അംഗീകരിച്ച മുസ്ലിമാണ്. എങ്ങനെ ചെലവഴിക്കണമെന്നും എങ്ങനെ സമ്പാദിക്കണമെന്നും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞിട്ട് അതുപോലെയായിരിക്കണം ചെലവഴിക്കേണ്ടത്. കണ്ടോ, ഓരോ കല്യാണങ്ങൾ കഴിയുമ്പോ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് മാത്രം നിങ്ങൾ എത്ര ഉണ്ട് ആലോചിച്ച് നോക്കൂ. വേസ്റ്റ് ആകുന്ന ഭക്ഷണ സാധനങ്ങൾ എത്രയാണ്? ഡ്രസ്സ്, ഒരു കല്യാണത്തിന് ഡ്രസ്സ്, 4 ദിവസം കഴിഞ്ഞാൽ വേറെ കല്യാണം, അതിന് വേറെ ഡ്രസ്സാണ് അല്ലേ? ആർക്ക്? കല്യാണ ചെറുക്കനല്ല, കല്യാണത്തിന് പോകുന്ന ആളുകൾക്ക്. മാത്രമല്ല എന്തെല്ലാം വൃത്തികേടുകൾ. ഗാനമേള, ഒരു പൈസക്കാരപ്പ് ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഒരു കല്യാണം നടത്തിയ ഗാനമേള ട്രൂപ്പിനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾ അറിയപ്പെട്ട വലിയ സമുദായത്തിന്റെ ആളൊക്കെയാണ്. പക്ഷെ വലിയ ഗാനമേളയായിരുന്നു അവിടെ. ഗാനമേള ട്രൂപ്പ് ആണും പെണ്ണും ഒക്കെ ഒന്നായിട്ട് വന്നിട്ട് ഓല് രാവിലെ കുളിച്ച് പിടിച്ച് ഈറം മാറ്റാതെ പന്തലിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് പിന്നെ അവർ സ്റ്റേജിൽ കയറിയിട്ട് എന്നിട്ട് ടിയാന്റെ ഭാര്യയും പാടിയെന്നായിരുന്നു. ടിയാന്റെ ഭാര്യയും കയറി സ്റ്റേജിൽ ഒന്ന് പാടി. ഇങ്ങനെ ഡാൻസും കൂടി ഉണ്ടായാൽ മതി. ഓക്കെ, ഡാൻസ് ഉണ്ട്. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഡാൻസും തുടങ്ങിയിട്ടുണ്ട്. പേര് ഒപ്പനാന്നുള്ളൂ, സാധനം ഡാൻസാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒപ്പനയും ഡാൻസും ഗാനമേളയും ചെണ്ടമുട്ടും എന്തൊക്കെയാണ്. ഇതെല്ലാം ഇസ്ലാമിക സംസ്കാരത്തിൽ തീർത്തും ഘടകവിരുദ്ധമാണ്, ഇസ്ലാമിന്റെ ലാളിത്യത്തിനെതിരാണ്. ഇതൊക്കെ കണ്ടിട്ട് മൂക്കത്തി വിരൽ വെച്ച് എനിക്കും അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ എന്നാണ് പോയത്തക്കാരൻ ചിന്തിക്കുന്നത്. അതിലാണ് എനിക്കുള്ള സങ്കടം. ഈ 90 ആളുകൾ ഇതിനെതിരാണ്. പക്ഷെ അവരൊക്കെ മനസ്സിൽ ഇത് എതിർക്കണം എന്നല്ല ഉള്ളത്. അവരെ മനസ്സിലുള്ളത് എനിക്കും അങ്ങനെ നടത്താൻ കഴിയുന്ന. പുറമെങ്ങനെ പറയും ഹൈ മോശമായി പോയില്ലേ എന്നൊക്കെ, ഉള്ളിലെന്താണ് എനിക്കും പണം കിട്ടി അങ്ങനെ നടത്തായിരുന്നല്ലോ എന്നാണ്. ആ ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എതിർക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളായിരിക്കും നമ്മൾ നടപ്പിലാക്കേണ്ടത്. കല്യാണത്തിന്റെ അന്ന് ഇസ്ലാമില്ല, ഇസ്ലാമുണ്ട് ഒഴിവാക്കുന്ന ആലീസ്റ്റിന്. നിസ്കാരം കൂടി ഇല്ല വീട്ടില്. കാരണം എന്താ, നിസ്കരിക്കാൻ പറ്റില്ല. കല്യാണത്തിലിട്ട ഡ്രസ്സ് എങ്ങനെ നടക്കല. ചെറുപ്പക്കാരൊക്കെ ചുളിഞ്ഞു ആയാലോ, റുക്കു ചെയ്താ ചുളിയും സുജൂദ് ചെയ്താ ചുളിയും. അതുകൊണ്ട് റുക്കുവും വേണ്ട സുജൂദും വേണ്ട. പെണ്ണുങ്ങൾ അന്നത്തെ സാരി എന്ന അരക്കഞ്ചുള്ളതായിരിക്കും. അപ്പൊ അതിന് നിസ്കരിക്കാൻ പറ്റുമോ? ഒന്ന് അലിഞ്ഞു പോവില്ലേ? അപ്പൊ നിസ്കാരമില്ല. 5 നിസ്കാരം 6 നിസ്കാരം 7 നിസ്കാരം ഒക്കെ ഒന്നില്ല. അതൊന്നും ഇസ്ലാമുണ്ട് ഒഴിവാക്കല. ആണും പെണ്ണും കൂടിക്കലരുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ദിവസമാണ്. മൂവിക്കാരിങ്ങനെ ആസ്വദിക്കല്ലേ, എല്ലാ പെണ്ണുങ്ങളെയും അടുത്ത് ചെന്ന് പിടിച്ച് എന്നിട്ട് അതിങ്ങനെ പ്രദർശിപ്പിച്ചു കൊടുക്കുക. സ്വന്തം പെങ്ങളെയും സ്വന്തം ഭാര്യയെയും സ്വന്തം പെൺമക്കളെയും ഇത്തരം കല്യാണങ്ങൾ കൊണ്ടുപോകുകയല്ലേ ചെയ്യരുത്. കാരണം ആ കാസറ്റ് പിടിച്ചിട്ട് എവിടെയൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി പെൺമക്കളെയും പെങ്ങളെയും ഭാര്യയും ഒക്കെ അണിയിച്ചൊരുക്കിയിട്ടാണ് ഇസ്ലാമിന്റെ പേരുള്ള നിക്കാരത്തായുള്ള ആളുകൾ പലരുടെയും കല്യാണത്തിന് പോകുന്നത്. എന്തിനാ? ഇത് വീഡിയോയിൽ വരും. അപ്പൊ
പലരും കാണും, ഓ എന്റെ ഭാര്യ തിരക്കടില്ല, എന്റെ മകൾ തിരക്കടില്ല, ഇതാളുകൾ പറയണം. എന്നിട്ട് ഗൾഫിലും മറ്റുമൊക്കെ ഇരുന്ന് ലൈംഗിക വിശപ്പനുഭവിക്കുന്ന സുഹൃത്തുക്കൾ ഈ കാസറ്റ് കാണുകയാണ്, റീ അടിച്ച് കാണുക. അതൊന്നും കൂടി കാണിക്കേ. ഇപ്പൊ മൂവിക്കാരനും ഇങ്ങനെ പിടിച്ച് അവളെ തന്നെ പിടിച്ച് എത്ര പെണ്ണുങ്ങളെ നോക്കി ആസ്വദിക്കാം മൂവിക്കാര്, അല്ലേ? ഏത് ഇസ്ലാമായി ഇതൊക്കെ? പെണ്ണുങ്ങൾക്ക് അടിയക്കൾ കടന്നു ചെല്ലാണ്. അവരെ ഇസ്ലാമിക വേഷമുണ്ടോ അവിടെ? ഒന്നുണ്ടോ? ഒന്നുമില്ല. ഒക്കെ മോരും മുതലയും വെച്ച മാതിരിയ കല്യാണത്തിന് കൂടി കലർന്നുണ്ട്. ഈ പടച്ചവന്റെ ശിക്ഷ നമുക്ക് ഇറങ്ങാൻ വല്ലാതൊന്നും സമയം വേണ്ട. അത്രയും പടച്ചവന്റെ ദീനിനെ നാം ചവിട്ടി തേച്ചു കൊണ്ടിരിക്കുകയാണ്. വെറും നിസ്കരിച്ചാൽ മാത്രം മതി. ഓ നിസ്കരിച്ചിങ്ങനെ നടന്നായി മതിയോ? ഈ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ തടയുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനത്തെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമുള്ളൂ. ഇത് വെറുതെ കുമ്പിട്ട് നിർന്നിട്ട് കാര്യമുണ്ടോ? നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം, നമ്മുടെ വിശ്വാസ രംഗത്ത് മാറ്റം ഉണ്ടാക്കണം. അതാ നമസ്കാരം എന്ന് പറഞ്ഞത്. അല്ല വെറുതെ നിസ്കാരത്തായ്പ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കണമെന്ന് തീരുമാനിക്കണം. നമ്മളൊക്കെ ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ വീടുകളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ ലോകരെ പറ്റി പറയുന്നത് എന്നെ പറ്റിയല്ല എന്ന് വിചാരിക്കണ്ട, എല്ലാരെ പറ്റിയായി പറയുന്നത്. നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ പറ്റിയാ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ തടയാൻ കഴിയും. ഒരു കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ, കുടുംബക്കാര് കൂടുമ്പോ അവിടെ വെച്ച് ഒരാളെങ്കിലും പറയണം ഈ അനിസ്ലാമിക ആചാരങ്ങളും മാമൂലുകളൊക്കെ ഒഴിവാക്കിയിട്ട് ലളിതമായിട്ട് നമുക്കിതൊന്നും നടത്തണം. അതിനെ സംബന്ധിച്ചാൽ ഞാൻ എന്റെ പണിയോക്കടോ എന്ന് വരെ പൊരുത്തം. ശരിയാണെന്ന് നമ്മൾ പണി നോക്കാം, ഓരോരോ പണി നോക്കോട്ടെ, നമുക്ക് നമ്മളെ പണി നോക്കാം. പടച്ചവന്റെ നമ്മൾ രക്ഷപ്പെട്ടോ? ഇന്നതല്ല, അത് ഞാൻ പറഞ്ഞ പള്ളിയന് പറ്റോ, പുയ്യാപ്പിളക്ക് പറ്റോ, മറ്റേ അമ്മോശന് പറ്റോ, കിമ്മോശന് പറ്റോ, ഇതൊക്കെ ആലോചിച്ചിട്ടാണ്. പടച്ചോന് പറ്റോ, റസൂലിന് പറ്റോ, അത് ചിന്തയല്ല. നാട്ടുകാർക്ക് പറ്റിയ ആളുകളുടെ തൃപ്തിയാണ് ആളുകൾക്ക് ആവശ്യം. പടച്ചവന്റെ കോപത്തെ ഒട്ടും ഭയപ്പെടുന്നില്ല ജൂതന്മാരുടെ സ്വഭാവം. അത് മനസ്സിലായില്ലേ? ജനങ്ങളുടെ കോപം വാങ്ങിയിട്ടും അള്ളാന്റെ തൃപ്തിയെ തേടണം. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആളുകളെ കോപത്തിനല്ല വില കൽപ്പിക്കണം. പടച്ചവന്റെ കോപം ഉണ്ടാകുന്ന കാര്യം, റസൂലിന് കോപം ഉണ്ടാകുന്ന കാര്യം നമ്മളെ വീടുകളിൽ, നമ്മളെ കുടുംബങ്ങളിൽ, ബന്ധുക്കളിൽ നടക്കാൻ പാടില്ല. അതിനുള്ള ദൃഢനിശ്ചയം നമ്മൾ എടുത്താൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഖുതുബ കേട്ട് എണീറ്റ് പോകാൻ വേണ്ടിയല്ല, ഖുതുബക്ക് മാർക്കിടാൻ വേണ്ടിയല്ല ഞങ്ങളോട് പറഞ്ഞു. ഇത് നിങ്ങൾ മാറ്റം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണിത്. നിങ്ങളുടെ കുടുംബങ്ങളിൽ മാറ്റം ഉണ്ടാക്കണം. അനാവശ്യ ആചാരങ്ങൾ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കണം. ചെറുപ്പക്കാരെ നിയന്ത്രിക്കണം, ചെറുപ്പക്കാരികളെ നിയന്ത്രിക്കണം. കല്യാണ ദിവസം ആരെയും അഴിഞ്ഞാടാൻ വിടരുത്. എന്റെ വീട്ടിൽ ഒരു അനിസ്ലാമിക കാര്യം നടക്കരുത് ഞാൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ എനിക്ക് കഴിയണം. ആ രൂപത്തിൽ നമ്മൾ മാറണം. അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ ശിക്ഷയെ നാം ഭയപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ കടന്നുകൂടിയതും ഒഴിവാക്കാവുന്നതും ഏതൊക്കെയാണെന്നും നാം കൂട്ടായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതേതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും കുറച്ച് ആളുകളോ വിചാരിച്ചാൽ നടക്കുന്നതല്ല. ഇന്ന് പൊതുവെ സമുദായത്തിൽ മൊത്തത്തിലുള്ള ഒരാലോചന നടന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ള സംഘടനകളും സാമൂഹ്യ സന്നദ്ധ സംഘടനകളുമൊക്കെ വിവാഹം ലളിതമാക്കുന്നതിനെ കുറിച്ചും വിവാഹത്തിലെ ദുരാചാരങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് പല വേദികളിലും. പക്ഷെ അത്തരം വേദികളിലൊക്കെ പങ്കെടുക്കുന്നവർ തന്നെയും സ്വന്തം കാര്യം വരുമ്പോൾ ഇതെല്ലാം മറന്നുപോകുന്നു എന്നതാണ് ഇന്നത്തെ ദുഃഖകരമായ അവസ്ഥ. ഇപ്പൊ നിങ്ങൾക്കറിയില്ല, ഈ മൈലാഞ്ചി കല്യാണം ഇത് ഒഴിവാക്കണമെന്ന് പറയാത്ത സംഘടനകൾ ഇവിടെ ഉണ്ടോ? തലേ ദിവസം പെണ്ണിന് മൈലാഞ്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ആ വീട്ടിലെ ചെറുപ്പക്കാരൊക്കെ പോയിട്ട് ഒന്ന് തൊട്ട് കൊടുക്കുക എല്ലാരും, എന്നിട്ട് ആ വീഡിയോ പകർത്തുക. എന്താ അതിന്റെ ആവശ്യം? പെണ്ണിന് മൈലാഞ്ചി, ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് മൈലാഞ്ചി അവളെ ബന്ധപ്പെട്ടവരിട്ടോട്ടെ, തലേന്നിട്ടോ പിറ്റേന്നിട്ടോ എപ്പോഴും ഉണ്ടാവുന്നതാണ്. കല്യാണത്തോടനുബന്ധിച്ച് അവൾക്ക് മൈലാഞ്ചി, അതിനു വേണ്ടി ഒരുപാട് ആളുകൾ. എന്നിട്ട് ആ വീട്ടിൽ ഒരു കല്യാണത്തിന്റെ ചെലവാ പെൺവീട്ടിൽ അന്ന്, അല്ലേ? തലേന്നത്തെ കല്യാണത്തിന് ക്ഷണിക്കും കൂടി വേണ്ട, പിറ്റേന്നത്തിനെ ക്ഷണിക്കണ്ടുള്ളൂ. തലേന്ന് അടിച്ച് കേരള ഒന്നായിട്ട്. ഒരു കല്യാണത്തിന് തലേന്നാകുമ്പോ നമ്മളൊന്ന് പോകാണ്ടൊക്കെ നമ്മളെ ബന്ധപ്പെട്ട വീടല്ലേ? ശരിയാണ്. എപ്പോഴും നിങ്ങൾ പോകുന്ന നിങ്ങളെ പെങ്ങളെ വീടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ വീട്, അനിയന്റെ വീടാണ്, അല്ലെങ്കിൽ അനിയൻ പിയാപ്പിട, ഏട്ടൻ പിയാപ്പിട, എത്ര ഏറ്റവും ബന്ധപ്പെട്ട ആളാ എപ്പോഴും നിങ്ങൾക്ക് പോകാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ വീട്. തലേന്ന് നിങ്ങൾ പോയിക്കോളൂ, അവിടെ ആ നേരത്തെ എന്താ ഭക്ഷണങ്ങൾ കഴിച്ചോളൂ. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുള്ളൂ. ഇന്നതല്ല, ഇതെല്ലാരും അടിച്ചു കയറുകയാണ്, പറയേണ്ടതും കൂടിയില്ല. എന്നിട്ട് നല്ല സദ്യയും തിന്നിട്ട് ഇവിടുന്ന് പോരുകയാണ്. ഇങ്ങനെയുണ്ടോ ക്ഷണിക്കാതെ പോകല്? അന്ന് ക്ഷണിക്കാതെ പോകാന്ന ആളുകളുടെ വിചാരം.
മാത്രല്ല തലേ ദിവസത്തെ പിറ്റേന്ന് കല്യാണത്തിന് വരാൻ പറ്റാത്ത ഒരാള് വൈകുന്നേരത്ത് വന്നിട്ട് എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്, എന്തൊരു ചായ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കുടിച്ചിട്ട് പോകാം ഹലാസ് എന്ന് പറയാം. അയാൾക്കൊരു വരാൻ, അങ്ങനത്തെ ഒരാൾക്ക് വരാനൊരു എതിരുണ്ട്. വേറെ ആർക്കാ പോകാനുള്ളത്? ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾക്കല്ലാതെ വേറെ ആർക്കും തലേന്ന് കല്യാണത്തിന് പോകേണ്ട ആവശ്യം. തലേന്നൊരു കല്യാണമില്ല. മാത്രല്ല നമ്മൾ പ്രഖ്യാപിക്കണം തലേന്ന് കല്യാണമില്ല. മൈലാഞ്ചി കല്യാണവും വെറ്റിലക്കെട്ട് കല്യാണവും ഒരു കല്യാണവും തലേന്ന് ഇവിടെ അല്ല എന്ന് പറയണം. അത് പറയില്ല. അന്ന് കുറെ പെൺപട ഒന്നായിട്ട് വരികയാണ്. മാത്രല്ല അന്നാണ് കുറച്ച് പിരിവ് കിട്ടുക, കുറെ പൈസ ഏലാക്കുന്ന ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് നടത്തുകയാണ്. എന്ന് പൊതി കൊണ്ടുപോകണം, പൊതി കൊടുക്കണം, ചോറ് കൊടുക്കണം. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു അറ കാണാൻ വരുത്ത് പുതിയത് ഉണ്ടാക്കിയതാണ്. ഇപ്പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇതിനൊക്കെ പോണത്. പാതിരാക്ക് കുട്ടി ഒന്നായിട്ട് 12 മണിക്ക് 1 മണിക്ക് ഒന്നായിട്ട് ചെല്ല, എന്നിട്ട് അവിടുന്ന് തട്ടിയിട്ട് പോരാ. സദ്യ തന്നെ, ഒക്കെ സദ്യ അല്ലാത്ത ഏർപ്പാടില്ല. തിന്നെ മനസ്സിലായില്ലേ? എന്നിട്ട് അത് വന്നിട്ട് ഇപ്പത്തൊന്ന് സോഡയും കുടിച്ചിട്ട് ഇനി അടുത്ത തീറ്റയ്ക്ക് ദഹിച്ചിട്ടല്ലേ. അപ്പൊ അതിനെന്താപ്പോ ദഹിക്കാൻ മരുന്ന് എവിടെ കിട്ടുക? ഓരോരുത്തർ അന്വേഷിക്കാൻ പെട്ടെന്ന് ദഹിക്കാനുള്ള മരുന്ന് എവിടെ കിട്ടുക, പെട്ടെന്ന് വിശക്കാനുള്ള മരുന്ന് എവിടെ കിട്ടുക? ഇതാണ്. എന്നിട്ട് തീൻമേശിന്ന് കക്കൂസിന് വീണ്ടും തീൻമേശയ്ക്ക് വീണ്ടും കക്കൂസിലേക്ക് തന്നെ പണി, വേറൊരു പണിയില്ല. എന്താ ആരാന്റെ തോറല് ഇഷ്ടം പോലെ തിന്നാലോ, ബില്ലൊന്നുമില്ലല്ലോ. അതിനുവേണ്ടി ഓരോ ആചാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അവസാനിപ്പിക്കണം സുഹൃത്തുക്കളെ. നമ്മൾ കല്യാണത്തിന് വിളിച്ചാൽ കല്യാണത്തിന് പോകണം. പക്ഷെ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നതിനെ പറ്റി നമുക്ക് ധാരണ വേണം. നമ്മൾ ചെല്ലുമ്പോൾ നല്ല കൊട്ടും പാട്ടും ഗാനമേളയാണെങ്കിലോ പോയി പൂച്ചോല കുത്തിരിക്കല്ല, അങ്ങ് കയറുന്ന എന്നിട്ട് തിരിച്ചു പോരണം. നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സദസ്സാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് അതിന് അംഗീകാരം കൊടുക്കലാവരുത്. അല്ലെങ്കിൽ അത് തടയാൻ നമുക്ക് സാധിക്കണം. നിർത്തണം എന്റെ കൊട്ട്, ഹോടോ വിടുന്നു എന്ന് പറയാൻ നമുക്ക് ചങ്കൂറ്റുണ്ടാകണം. അത് പറയാൻ കഴിയാത്തവർ അങ്ങോട്ട് പോകരുത്. അത് പറയാൻ കഴിയില്ലെങ്കിൽ നിസ്സഹകരിച്ചിട്ട് തിരിച്ചു പോരണം. അങ്ങനെ പോരാനുള്ള ഒരു ആർജവം പലപ്പോഴും ഇന്ന് കാണുന്നില്ല. ഇപ്പോ പുതിയാപ്പിളന്റെ കൂടെ പോകുന്നത് ഒരു പൂവാല സംഘമുണ്ട്, തമ്മാടികൾ കുറെ എണ്ണം. അവരിപ്പോ ഓരോന്ന് പുതിയത് ഉണ്ടാക്കുക. അവർ ചണ്ടയും കൊണ്ടാപ്പോ പോലെ പുതിയാപ്പിളിന്റെ ചായം തേച്ചിട്ട് ചീഞ്ഞ കോഴിമുട്ടിയും തക്കാളിയും ഒക്കെ ഇട്ടാ പോലെ ആരുടെ ദേഹത്തൊക്കെ അത് വീണൊന്നും പറയാൻ പറ്റൂല. ഈ തെണ്ടി സംഘം വരുമ്പോ ആര് പേത്തും വീണുന്ന് വരാം. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെ എത്തിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്നിട്ട് തമ്മാടിത്തങ്ങൾ ഒരു കാട്ടിയ അയാളുടെ ഡോറ് അയാൾ എത്രയോ പൈസ ചെലവാക്കിണ്ടാക്കി അത് ചവിട്ടി പൊളിക്കുക, വാഷ് ബേസിനിക്ക് അതൊന്ന് കേടുത്ത, ബാത്റൂമിൽ അതൊന്ന് നശിപ്പിക്കുക, എന്നിട്ട് ചെണ്ടയും കൊട്ടിയിട്ടിരിക്കുക. കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ ചെണ്ടക്കാര് ചെണ്ട നിർത്തണമെങ്കിൽ അമ്മോശം പൈസ കൊടുക്കണമല്ലോ. പൈസ കൊടുത്താലേ അവർ എണീറ്റ് പോകുള്ളൂ. എന്ത് തമ്മാടിത്തത്! ഇങ്ങനെയൊക്കെ തിന്നിട്ട് വേണോ നമ്മുടെ സമുദായത്തില്? ഇതൊന്നും പറയാൻ നമ്മുടെ നാട്ടിൽ മുതിർന്ന ആളുകളില്ലേ? എണീറ്റ് പോടാ ഇവിടുന്ന് പറയാൻ. അത് പറയാനുള്ള ആർജവുള്ള ഒരുത്തനെങ്കിലും വേണമെന്നാ ഞാൻ ഈ പറയണത്. ഇങ്ങനത്തെ ഓരോ തമ്മാടിത്തങ്ങൾ, ഓരോരുത്തർ എന്ത് തമ്മാടിത്തങ്ങൾ തുടങ്ങിയാലും അതിനൊക്കെ അംഗീകാരം കൊടുക്കുക, അതിനൊക്കെ നമ്മൾ കൂട്ടു നിൽക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പൊ ഇവിടെ കണ്ടോലോ, ഞാൻ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത സമ്പ്രദായ പുതിയാപ്പിള്ള കൂട്ടാൻ രാവിലെ കാറങ്ങിട്ട് എന്നിട്ട് ഇങ്ങനെ കാത്തിക്ക, ഓൻ കുളിക്കോളം കാർ ഇങ്ങനെ നിൽക്കുക. ഇവിടുന്ന് 10 റുപ്യന്റെ ഓട്ടോറിക്ഷന്റെ ദൂരെ ഉണ്ടാവുള്ളൂ, ചുണ്ടത്തിന് മൂക്കത്തേക്കുള്ള ദൂരം ഉണ്ടാവും. എന്നാലും ഇവിടെ കാർ വേണം. എന്നാൽ അവിടെ പോവുക. ആദ്യ ദിവസം കൊണ്ടാൻ പോകണം, അമ്മോശം പോകണം, മറ്റോ പോകണം, അപ്പം പോകണം. പിറ്റേന്ന് നിന്നെ അതൊക്കെ ഇബിലീസ് ലിസ്റ്റ് കൊടുത്തിട്ട് 1-ാം ദിവസം പോകുന്ന ആള് 2-ാം ദിവസം ഇബിലീസിന്റെ ലിസ്റ്റ് അനുസരിച്ച് അതൊക്കെ നടക്കല്. 2-ാം ദിവസം മറ്റോ പോകണം, അതിനും കാറ്, രാവിലെയും കാറ്, വൈകുന്നേരം കാറ്. കാറുകാർക്ക് നല്ല പണിയാ. 300 റുപ്യ രാവിലെ. കല്യാണം ആകുമ്പോൾ ഡിമാൻഡ് പെശകാനൊന്നും പറ്റൂല്ലോ. അപ്പൊ 300 ആകെ 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 250, 300 രാവിലെ 300, വൈകുന്നേരം 300, സുഖമായല്ലോ. അങ്ങനെ എത്ര എണ്ണം. പണ്ടൊക്കെ 40 പൈസ ഇപ്പൊ കുറഞ്ഞ ഒരാഴ്ചയായിരിക്കണം എന്നാ കേട്ടത്. നാണമുണ്ടോ ഇതിനൊക്കെ പുതിയാപ്പിളാർക്ക്? ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞാ പോരെ? എന്നുങ്ങളെ കൊണ്ടുവരാൻ വന്നിട്ടാ? എന്നിട്ട് അതിനു വേണ്ടി പ്രത്യേകം പലഹാരങ്ങൾ ഒരുക്കാൻ ഒരു പെണ്ണിനെ ഈറ്റിച്ചിനെ നിർത്തണമാതിരി ഓൾക്ക് വലിയ പൈസ കൊടുത്ത് നിർത്തണം എന്നാ. ഇതൊക്കെ ഒഴിവാക്കാൻ ആണുങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ പെണ്ണ് എന്ന സാധനം ഉണ്ടാവൂല വീട്ടില്. ഉമ്മയായും പെങ്ങളായും മകളായിക്കളെ അവറ്റങ്ങൾ സമ്മതിക്കൂല. ഒഴിവാക്കാൻ ആണുങ്ങൾ വിചാരിച്ചാൽ ഹൈദർമോനാജിന്റെ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ 5000 റുപ്യാണ് പെണ്ണിന് കൊടുത്ത്, നിങ്ങളെന്താ ഈ പിഷ്കട് എന്ന് ചോദിച്ചാ കുടുങ്ങി. അങ്ങനെയാണല്ലോ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കണവർക്ക് പലപ്പോഴും പെണ്ണുങ്ങൾ പറഞ്ഞതിന് എതിർക്കാൻ കഴിയൂല. അതതിന്റെ ഒരു ദോഷം. വീട്ടിൽ താമസിക്കുന്നതിന്റെ ഒരു ദോഷം അതാ. അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പറയാനും കൂടി കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ പെണ്ണിന്റെ വീട്ടിൽ പാർത്താലും ആണിന്റെ വീട്ടിൽ പാർത്താലും ആണായും പെണ്ണ് പെണ്ണായിരിക്കണം. ഇസ്ലാമിന്റെ നിയമം പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരം നടത്തുന്നവരാണ്. അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് തമ്മാടി തന്നെ കിട്ടൂല. അതുകൊണ്ട് കല്യാണത്തിന് ഇറങ്ങുമ്പോ തന്നെ എന്തൊക്കെ ആവാം, എന്തൊക്കെ ആവരുത് എന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കണം. ഇപ്പൊ ഉണ്ടല്ലോ ഒരു പുതിയ താലികെട്ട്. ഹൈന്ദവ സംസ്കാരത്തിന് പണ്ടുണ്ടായിരുന്ന അത് നമ്മളെ ഇസ്ലാമിലുണ്ട്. താലികെട്ടൽ, ചെക്കൻ പെണ്ണിന് താലി കെട്ടുക, ഇതൊക്കെ പുതിയതായിട്ട് ഇപ്പൊ കടന്നു വരിക. അപ്പൊ താലിമ എന്തൊക്കെ വേണം, താലിമ എത്ര പവനം വേണമെന്ന് പതാത്തരാം. മറ്റോടത്തെ താലിക്ക് 10 പവനാണല്ലോ. എന്നാ നമുക്ക് 15 പവൻ വേണം താലിക്ക്.
അപ്പൊ ഞാൻ അതിനും പൈസ ഉണ്ടാക്കണം. എന്നിട്ട് അതൊന്ന് വീഡിയോ പകർത്തി, അല്ലേ? പൂമാല, വലിയ പൂമാല ഇട്ടിട്ട് പോവുക. ഇസ്ലാമിൽ എന്ത് പൂമാലയാണ് സുഹൃത്തുക്കളെ? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആണിനെയും പെണ്ണിനെ അന്ന് പ്രദർശിപ്പിക്കല. എത്ര ആളെ മുമ്പിലൊക്കെ നമ്മൾ ഫോട്ടോത്തിന് നിന്ന് കൊടുക്കേണ്ടത്? മൂവിക്കാരൻ ഇനി ഒന്നും കാണാൻ ബാക്കിയുണ്ടാവും. അങ്ങനെ അടുത്ത് അങ്ങോട്ട് പോസിൽ, ഈ പോസിൽ, ആ പോസിൽ, ഈ പോസിൽ, ഇതിങ്ങനെ നിന്ന് കൊടുക്കുക. അവനെ മക്കളെയും പെങ്ങളെയൊക്കെ ഇങ്ങനെ മൂവിക്കാർക്ക് ആസ്വദിക്കാൻ വെച്ചു കൊടുക്കാൻ നാണമുണ്ടോ മനുഷ്യന്മാരെ? നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ പോടുന്നു. കാരണം നമ്മളെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നവർ അവന് കാണാനും അവന് വേണ്ടി ആസ്വദിക്കാനുള്ളതാ, അല്ല നാട്ടുകാർക്ക് ആസ്വദിക്കാനല്ല. പക്ഷെ കല്യാണ ദിവസം എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കല. അന്ന് യാതൊരു നിയമമല്ല. ഇസ്ലാമില് പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ പ്രത്യേക റൂമൊന്നുമില്ല, നേരെ പിന്നിലാ നിൽക്കുക. അപ്പോൾ പോലും റസൂൽ പറഞ്ഞ ആണുങ്ങളോട് തൊട്ടടുത്ത് നിൽക്കുന്ന സഫാണ് ഏറ്റവും മോശം, ഏറ്റവും അകന്നു നിൽക്കുന്ന സഫാണ് ഏറ്റവും നല്ലത്. പള്ളിയിൽ വരുമ്പോ ചിന്ത ഉണ്ടാവും മനുഷ്യന്മാർക്ക്. എന്നിട്ട് പോലും പറയുന്നത് അകന്ന് നിൽക്കണം പുരുഷന്മാരുമായിട്ടുന്ന ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നിട്ട് എന്താ അവിടെ നടക്കുന്നത്? അപ്പൊ അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു സമ്പത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല അവകാശികളുണ്ട്. അടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം, കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം. അവരുടെയൊക്കെ ഹക്കുകൾ കൃത്യമായി കൊടുത്തു വീട്ടുന്ന ആൾക്ക് ഇങ്ങനെ ദൂർത്തടിക്കാൻ പൈസ ഉണ്ടാവില്ല, ഉറപ്പാണത്. ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചാൽ ഇങ്ങനെ ദൂർത്തടിക്കാൻ ഉണ്ടാവില്ല. ഹറാമായ മാർഗത്തിൽ കുറെ സമ്പാദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കാൻ ഉണ്ടാകുന്നത്. അത് നമ്മൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ. അടുത്ത കുടുംബങ്ങൾക്ക് അവന്റെ അവകാശം നിങ്ങൾ കൊടുക്കണം. വൽ മിസ്കീന് കൊടുക്കണം, വബിന സബീൽ യാത്രക്കാരന് കൊടുക്കണം. പിന്നെ വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ പണം ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും പണം ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ്, കൂട്ടുകാരാണ്. വകാന ശൈത്താനു റബ്ബിഹി ഗഫൂറാ, പിശാച് തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. അപ്പോ നന്ദി കാണിക്കണം. നമ്മൾ പണം തന്ന അള്ളാഹു ആണെങ്കിൽ അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. എന്താ പണം തന്നതിനുള്ള നന്ദി കാണിക്കൽ? അള്ള പറഞ്ഞതുപോലെ ചെലവഴിക്കല അതിനുള്ള നന്ദി. അള്ള പറഞ്ഞ സക്കാത്തും സദഖയും കൃത്യമായിട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദൂർത്തടിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അർഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. നമ്മളൊക്കെ വിചാരം നാട്ടിൽ നിന്ന് ദാരിദ്ര്യം പോയി എന്നാണ്, കേരളത്തൊക്കെ സമ്പന്നായി എന്നാണ്. ഈ കാണുന്ന ടെറസുകളല്ല, ഇതിന്റെയൊക്കെ ബാക്കിൽ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ചേരി പ്രദേശങ്ങളിൽ വീടുകളില്ലാത്തവരുണ്ട്, ചികിത്സിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇവിടെയൊക്കെ ഒരാഴ്ച എത്ര ആളുകളാ വരുന്നത് ജീവിക്കാൻ മകല്ലാത്തതുകൊണ്ട്. അവരെയൊക്കെ കണ്ടിൽ നടിക്കണം. ഇവരൊക്കെ കുടുംബങ്ങളിൽ അങ്ങനത്തെവരുണ്ടാവും. അതാണ് അവരെ തിരിഞ്ഞു നോക്കാതാണ് ഈ മാമാങ്കങ്ങളൊക്കെ നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടണം. പെട്ടെന്ന് മനുഷ്യന്മാർ മരിച്ചുകൊണ്ടൊരു കാലത്ത് നമ്മൾ ജീവിക്കണം, അല്ലെ? എത്ര പെട്ടെന്നാണ് മരിക്കണത്. അതുകൊണ്ട് ഇതൊക്കെ കുറച്ചാൽ അങ്ങനെയൊക്കെ വിലസീറ്റ് പിന്നെ തൗബ ചെയ്ത് നന്നായി പള്ളിയൊക്കെ വന്ന് തുടങ്ങാന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. തൗബ ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. ഒരൊറ്റ മുട്ടലും കഴിഞ്ഞ് അതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് മരണത്തെ പേടിക്കണം, പരലോകത്തെ പേടിക്കണം. നമ്മുടെ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ വിനിയോഗിച്ചു വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് സാധാരണക്കാരൻ മുതൽ പണക്കാരൻ വരെ എല്ലാവരും ഓർക്കണം. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കാതെ അവനെ വെല്ലുവിളിച്ചുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും ജീവിച്ചാൽ നമുക്ക് മരണാനന്തര ജീവിതത്തിൽ അതികഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. റസൂലും സഹാബികളും ഒക്കെ പോയ സ്വർഗത്തിൽ നമുക്കും പോകണമെങ്കിൽ അവരൊക്കെ സഹിച്ചതുപോലെ ത്യാഗത്തിന് നാം തയ്യാറാകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.